ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം വീക്കെൻഡായിട്ട് ഞാൻ അവിടെ കൊട്ടാരക്കരയിലോട്ട് വന്നേക്കുവാണ്. അങ്ങനെ നമ്മുടെ ചാനൽ 4100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, 15,000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയെന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്കറിയാം, 4000 വാച്ച് അവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവും അല്ലേ? 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും മതി. അപ്പം എനിക്ക് 15,000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയി എന്നും പറഞ്ഞിട്ട് 15,000 വാച്ച് അവേഴ്സ് ആയെന്നും പറഞ്ഞിട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടില്ല. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇടയ്ക്ക് കുറേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും, കുറേ നാൾ പിന്നെ ഇടത്തില്ല, പിന്നെ ഇടയ്ക്ക് കുറേ ഇടും. അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് മോഡിലായിരുന്നു ഈ ചാനൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് 1 ഇയർ എന്നുള്ളൊരു കൺസ്ട്രെയിൻ വരുമ്പം ആ ഒരു മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഇത് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എന്നാലും അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ 2025 കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും കാരണം വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാതായിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തേലും ആവട്ടെ, ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. 2024 തുടക്കത്തിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നവർ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പം നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ചാനൽ ഗ്രോ ആവുന്നുണ്ടോ, പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. നമ്മളെന്തായാലും ഒരു ആഗ്രഹമല്ലേ, അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. 1 വർഷം മുമ്പാണ് ഇതുപോലെ മമ്മി എൻ്റെ അടുത്ത് മമ്മിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ടൈം പാസ് ആണ് കേട്ടോ. ചുമ്മാ വീഡിയോസ് എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്തിടുക എന്നൊക്കെ പറയുന്ന ഒരു ടൈം പാസ് ആണല്ലോ. അപ്പോൾ സമയം പോകാൻ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെ മമ്മി ബോറടിച്ചിരിക്കാതിരിക്കാൻ ഞാൻ ചാനൽ തുടങ്ങി കൊടുത്തു. 12,000 സബ്സ്ക്രൈബേഴ്സായി 1 വർഷം കൊണ്ട്. ഞാനിപ്പം 4 വർഷം കൊണ്ട് 4000 ആയതേ ഉള്ളൂ. കുഴപ്പമില്ല, അടിച്ചു പൊളിച്ച് വേഗം സെറ്റായിട്ട് വാ. നമുക്ക് പൈസ കിട്ടുന്നൊന്നുമല്ല അല്ലയോ, കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം. പിന്നെ സമയം പോവും. ഇപ്പം അടിപൊളിയാണോ? സൂപ്പറായി. എൻ്റെ ചാനലിൻ്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല ഈ കാണുന്നവർക്ക് ഏത് ടൈപ്പ് കണ്ടന്റ്സ് ആണ് ഇഷ്ടം എന്ന്. അതായത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഓവൻ കുക്കിംഗ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, വീടിൻ്റെ റിലേറ്റഡ് കണ്ടന്റ്സ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, ടെക്നിക്കൽ കണ്ടന്റ്സ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു കുറേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടോ അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നൊന്നും എനിക്കറിയില്ല. വേൾഡിൽ ഓൾമോസ്റ്റ് 114 മില്യൺ ആക്റ്റീവ് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിലൊരു യൂട്യൂബ് ചാനൽ മാത്രമാണ് എൻ്റെത്. എൻ്റെ ഒരു കണ്ടന്റ് ഒരാൾ കണ്ടാലും ഐ ആം സോ ഹാപ്പി. ഞാൻ വീണ്ടും വീഡിയോസ് ഇടും. ഈ ഇടയ്ക്ക് എൻ്റെ 2 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയെന്ന്. അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിപ്പോയി. നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരാളെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഈ വർഷം കുറച്ചും കൂടി അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. മമ്മിയെ, ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സായി? എന്നെ നോക്കരുത് മമ്മിയെ. ഞാൻ ചോദിച്ചു, മമ്മിക്ക് ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സായി? 2233. എത്ര വർഷമായി ചാനൽ തുടങ്ങിയിട്ട്? 1 വർഷം. ഇടാൻ പറ്റും.